ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് ചുമ്മാ അങ്ങ് ചെന്ന് കയറി കൊടുത്തതൊന്നുമല്ല നമ്മുടെ പല്ലവി. അവിടെ ചെന്ന് പണി നില ഒന്നാന്തരമായിട്ട് അങ്ങ് തുടങ്ങി. നിലവിളക്ക് കൊളുത്തി അങ്ങ് ആരംഭിച്ചില്ല. ഇതൊക്കെ കണ്ടപ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കര സ്നേഹം പല്ലവിയോട്. നിലവിളക്ക് കൊളുത്തുന്നു, കൊണ്ടുവന്ന് വെക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ അച്ചമ്മയും കൂടെ നിന്ന് പ്രാർത്ഥിക്കുക. രാമരാമയൊക്കെ ചൊല്ലി ഭയങ്കര പ്രാർത്ഥനയായിട്ടോ പല്ലവി. അച്ചമ്മയെ ശരിക്കും കയ്യിലെടുത്തു പല്ലവി. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി വരുന്നത്. വന്നപ്പോൾ പല്ലവി ഇതൊക്കെ ചെയ്യുന്നത് കണ്ടു. ഉറഞ്ഞു തുള്ളി അങ്ങനെ വന്നങ്ങ് നിൽക്കുക. അപ്പോഴേക്ക് അമ്മായിമ്മ മരുമോളോട്, എന്ത് തങ്കം പോലുള്ളൊരു കൊച്ചാടി, ഇവളെയാണോ ആദ്യ രാത്രി തന്നെ നീ നിന്റെ മോനും കൂടെ ഇറക്കി വിട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇറക്കി വിട്ടതല്ല, സോ ഇറങ്ങിപ്പോയതാണെന്ന് രാജലക്ഷ്മി അമ്മയോട് പറയാം. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ പല്ലവി ഇവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരിക്കലും അല്ല, ഇവളെ പോലെ ഒരു പെങ്കൊച്ചിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നീ ആയിരിക്കും ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, ദുഷ്ടയാ നീ എന്നും പറഞ്ഞ അമ്മായിമ്മ മരുമോളോട് പറയണു കേട്ടോ. അസൂയക്കാരി എന്നും പറഞ്ഞു. അപ്പോൾ എനിക്കെന്തിനാ അസൂയ, നിന്നെക്കാളും ഭംഗിയുണ്ട് അവൾക്ക്. പിന്നെ ഭംഗി എന്ന് പറഞ്ഞ് രാജലക്ഷ്മി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആയ കാലത്തെ അവളെക്കാളും ഭംഗിയുണ്ടായിരുന്നു എനിക്ക്. എടി എന്ന രാജലക്ഷ്മി, നീ എന്നെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്ന് അമ്മ അന്നേരം പറഞ്ഞു. ഈ സമയത്ത് രാമരാമ ചൊല്ലിക്കൊണ്ട് നമ്മുടെ പല്ലവി ഇരിക്കുമ്പോൾ, എന്തായാലും എൻ്റെ കൊച്ചുമോള് തിരിച്ചു വന്നല്ലോ, അത് മതി എനിക്കെന്ന് പറയുമ്പോൾ, അമ്മ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു രാജലക്ഷ്മി. അവളെന്തിനാ വന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം നിന്റെ വൃത്തികെട്ട മനസ്സിൽ പലതും തോന്നും, അതൊന്നും നീ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അവളെ നല്ല ഐശ്വര്യമുള്ള കുട്ടി തന്നെയാ. നീ ഈ വീട്ടിലെ ശാപമാണെങ്കിലേ പല്ലവി ഈ വീടിൻ്റെ പുണ്യം എന്നൊക്കെ പറയുക കേട്ടോ. പല്ലവി ഇരുന്ന് രാമരാമ നിർത്തുന്നില്ല, ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. ആ സമയത്ത് ഭഗവാനെ കൃഷ്ണ സഹായിക്കണേ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അച്ചമ്മ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പല്ലവി പ്രാർത്ഥനയും കഴിഞ്ഞ് എഴുന്നേറ്റു. പല്ലവി ഇങ്ങ് വന്നപ്പോഴേക്കും, എടീ അവിടെ നിന്നേ, നീ സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് തന്നെയാണെന്ന് പല്ലവി പറഞ്ഞു. അതെന്നേ, അപ്പോൾ അതന്നെ അത് ഹണ്ടിങ്, വേട്ട. നമ്മുടെ പല്ലവി പറയാ, എന്നെ ഇട്ട് കുറെ ഓടിച്ചതല്ലേ, ഇനി ഞാനത് തിരിച്ച് ചെയ്യാൻ പോവാ എന്ന് പല്ലവി ഇങ്ങനെ രാജലക്ഷ്മിയോട് പറഞ്ഞു കേട്ടോ. എത്ര കാലം ഒളിച്ചു വെക്കണം എന്ന് എനിക്കൊന്ന് അറിയണം, പിടിക്കാനാ ഞാൻ വന്നത്, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനാണെന്ന് പല്ലവി. പറഞ്ഞേക്ക നിങ്ങളുടെ മായാവി മോനോട് ഞാനിവിടെ ഉണ്ടെന്ന്. അതും പറഞ്ഞവി പോകുമ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈ രാജലക്ഷ്മി. പുറകിൽ നിന്നൊരു ഒറ്റപ്പെടുത്തം, അമ്മേ എന്നും പറഞ്ഞു. രാജലക്ഷ്മി ഞെട്ടി. എന്താടി നീ ചോദിച്ചപ്പം, ഞാനേ വെറുതെ പറഞ്ഞതാ, ഞാനിവിടെ വന്നതേ ഇനിയുള്ള കാലം മുഴുവൻ ഇവിടെ നല്ല മരുമകളായിട്ട് ജീവിക്കാൻ വേണ്ടി തന്നെ അമ്മയെന്ന് പറഞ്ഞു. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നെ കരകയറ്റിയിടണേ, തിരുവൈക്കം വാഴും ശിവശംഭോ എന്നും പറഞ്ഞൊരു പ്രാർത്ഥനയൊക്കെ പാടി കറക്റ്റ് അല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ പല്ലവി അവിടെ നിന്ന് അങ്ങ് പോയി. നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞ രാജലക്ഷ്മി ഇവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന വിശ്വജിത്തിനെയാണ്. വിശ്വജിത്ത് ഫോൺ എടുത്തുകൊണ്ട് ഓടുക പാറുവിനെ വിളിക്കാൻ. അപ്പോൾ ഹലോ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ വിശേഷമൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു വിശ്വജിത്ത്. പല്ലവി ചേച്ചിയോട് താമസിക്കാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ, എവിടെ, ആ വീട്ടിലോ? അതെ, തന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ചേച്ചിയും സേതുവേട്ടനും കൂടി, ഇതായിരിക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ടപ്പോൾ, ഡിവോഴ്സ് തൽക്കാലം വേണ്ടെന്നാ ചേച്ചി ഇപ്പോൾ പറയുന്നതെന്ന് വിശ്വ പറയും കേട്ടോ. എനിക്കറിയാം ചേച്ചി എന്തിനാ ഇവിടെ താമസിക്കുന്നത് എന്ന്, അതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുമെന്ന് വിശ്വജിത്ത് പറയുമ്പോൾ പാറു ഇങ്ങനെ കേട്ട് നിൽക്കുക. ഏട്ടനെ കണ്ടുപിടിക്കാനാണെങ്കിൽ അതിന് വേറെ എത്രയോ മാർഗങ്ങളുണ്ട്, അതിനിവിടെ വന്ന് താമസിക്കണോ? അതിനിവിടെ വന്ന് താമസിക്കേണ്ട കാര്യമുണ്ടോ? അമ്മ എവിടെയുണ്ട്? ഏട്ടനെ പോലെ തന്നെ അമ്മയും അപകടകാരിയാണെന്ന് പറയുമ്പോൾ, ഒന്നും കാണാതെ ചേച്ചി അങ്ങോട്ടേക്ക് വരില്ല വിശ്വം, അത്ര വില കുറച്ച് കാണുമൊന്നും വേണ്ട കേട്ടോ എൻ്റെ ചേച്ചിയെന്ന് പറഞ്ഞു നമ്മുടെ പാറു. മര്യാദയ്ക്കാണെങ്കിൽ ചേച്ചിയും മര്യാദയ്ക്കാണ്, പക്ഷേ ഇടഞ്ഞാലേ ചേച്ചീനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാ വശം ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കും ചേച്ചി അങ്ങോട്ട് വന്നിരിക്കുന്നതെന്നും പാറു ഇങ്ങനെ വിശ്വനോട് പറയുക. വിശ്വജിത്ത് കണ്ടോ, എന്താണോ ലക്ഷ്യം വെച്ചത് അത് നേടിയിട്ടേ ചേച്ചി അവിടുന്ന് പോരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വനും പാറും കൂടെ സംസാരിക്കുക. ഏതായാലും ഈശ്വരൻ ചേച്ചിയെയും അനിയത്തിയെയും രക്ഷിക്കട്ടെ, വേറൊന്നും എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു വിശ്വൻ അങ്ങ് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വിശ്വൻ അങ്ങ് കയറിപ്പോയി. പക്ഷേ പുള്ളിക്കാരി ഇങ്ങനെ മുറിയിലിരുന്ന് ശ്വാസം മുട്ടുക. രാജലക്ഷ്മി മോനെ ഒന്ന് വിളിക്കണം, മോനോട് വിവരങ്ങൾ പറയണം, പക്ഷെ ഒന്നും പറ്റുന്നില്ല പല്ലവി അവിടെ ഉള്ളത് കൊണ്ട്. മുറി കയറി പൂട്ടി അങ്ങനെ ഇരിക്കുന്ന രാജലക്ഷ്മിയുടെ അടുത്തേക്ക് വാതിലിൽ കൊട്ടിക്കൊണ്ട് അവിടെ പല്ലവി വന്നു. രാജലക്ഷ്മിക്ക് സ്വൈര്യം കൊടുക്കുന്നില്ല. പടപടപടപടാന്നും പറഞ്ഞ് അടിച്ചടിച്ചടിച്ച് വാതിൽ തുറപ്പിച്ചു വിട്ടോ നമ്മുടെ പല്ലവി. എന്താ അടി എന്ന് ചോദിച്ചു. അപ്പോൾ ഒറ്റയ്ക്ക് മുറി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എനിക്കെന്തോ ഭയങ്കര പേടി തോന്നുന്നു അമ്മേ, അതാ ഇങ്ങോട്ട് വന്നേ എന്ന് പല്ലവി പറയാട്ടോ. ഇവിടെ ആകുമ്പോൾ അമ്മയുണ്ടല്ലോ എന്നും പറഞ്ഞു. രാജലക്ഷ്മി അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. പ്രേതങ്ങൾ വന്നാൽ തന്നെ അമ്മയെ കണ്ട് പേടിച്ച് ഓടിക്കോളൂ എന്ന് പറഞ്ഞു. നീ എന്താ എന്നെ കളിയാക്കിയതാണെന്ന് ചോദിച്ചപ്പം, അല്ലമ്മേ, അയ്യോ അല്ല, ഞാനൊരു സത്യം പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അതും പറഞ്ഞ് പല്ലവി ഇടിച്ച് കയറി മുറിയിലേക്കൊന്ന് മാറിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ആ കട്ടിലേക്ക് കയറിയും കിടന്നു. അതെ, നീ എന്താടി കാണിക്കുന്നത്? ഞാൻ അമ്മയുടെ കൂടെ കിടന്നോളാം.
എൻ്റെ കട്ടിലല്ലോ, വേണ്ട വേണ്ട, നീ നിലത്ത് കിടന്നോളാൻ പറഞ്ഞു. അയ്യോ നിലത്ത് കിടന്നാലേ എനിക്ക് തണുപ്പ് അടിക്കുക, എനിക്ക് വയ്യ, അപ്പം എനിക്ക് കിടക്കണ്ടേന്ന് ചോദിച്ചപ്പം ഇത്രയും സ്ഥലം കിടക്കല്ലേ, അമ്മ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. എടി എഴുന്നേറ്റ് പോടി. ഇല്ല ഞാൻ പോവില്ല. അതെ ജ്ഞാപിക്കൊന്നും അമ്മ വരികയുണ്ട കേട്ടോ, ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയൊന്നുമല്ല, മരുമകൾ. നിങ്ങളുടെ മരുമകൾക്കുള്ള സ്നേഹം ബഹുമാനമൊക്കെ നിങ്ങൾ തന്നെ. അപ്പം എന്നെ നിനക്ക് ശരിക്കും അറിയില്ല എന്ന് ഈ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നന്നായിട്ട് അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു പല്ലവി. മനോരോഗിയായ മകൻ്റെ അസുഖം മറച്ചു വെച്ച് എന്നെ ചതിച്ച പുണ്യവതിയായ സ്ത്രീയുടെ പേരല്ലേ രാജലക്ഷ്മി എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം അത് കേട്ട് ഒന്നും മിണ്ടുന്നില്ല. ഇന്ദ്രൻ മനോരോഗിയായിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് തീർച്ചയായിട്ടും ഈ പുണ്യവതിക്ക് കൂടി അവകാശപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞു പല്ലവി. രാജലക്ഷ്മിയുടെ മഹത്വം പറഞ്ഞ പുണ്യവതി കൂടുതൽ ചെറുതാവാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞു. പല്ലവി നില അന്തസ്സായിട്ട് കട്ടിലേക്ക് കയറി അങ്ങ് കിടന്നു. വേണമെങ്കിൽ വന്ന് കിടക്കാൻ പറഞ്ഞു. ഇല്ല ഞാൻ നിൻ്റെ കൂടെ കിടക്കില്ല എന്ന് പറഞ്ഞു. അതെന്താ? അപ്പോൾ ഒരു ഫോൺ കോൾ വന്നപ്പോൾ അമ്മയെ കോൾ എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുക്കുന്നില്ല. അതെന്താ എടുക്കാത്ത? എടുക്കുന്നില്ല അത്ര തന്നെ, നിനക്കെന്താ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുക. അതെന്ത് പരിപാടി അമ്മേ എന്ന് ചോദിച്ചു. അപ്പോൾ വിളിക്കുന്ന ആള് എന്തുമാത്രം വിഷമിക്കും അമ്മേ. രാജലക്ഷ്മി നിന്ന് ഉരുകുക കേട്ടോ. ശരിടാ അത് കട്ടായിപ്പോയല്ലോ അമ്മേ എന്നും പറഞ്ഞിട്ട് പല്ലവി. ഇനി വിളിച്ച അമ്മ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കയറി എടുക്കുവേ എന്ന് പല്ലവി. വീണ്ടും കോള് വരുന്നു. അതേന്നും പറഞ്ഞിട്ട് പല്ലവി ചാടി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആശാത്തി ഫോൺ ചാടി പിടിച്ചങ്ങ് മേടിച്ചു. ഹലോ, ഉഴുന്നിൻ്റെ വില കൂടിയതൊന്നും താൻ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രാജലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുക. ഏടോ ഇഡ്ഡലിക്ക് പകരം ചപ്പാത്തി ഉപ്പുമാവോ വലുതും ആക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ. അപ്പം ഈ ഇന്ദ്രനൊന്നും മനസ്സിലാകുന്നില്ല. ഇന്ദ്രൻ അമ്മയ്ക്കിതെന്താ പറ്റിയെന്ന് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഉഴുന്നുമാവിൻ്റെ ഒക്കെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക. ശത്രു സൈന്യം സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഓരോന്ന് പറയണു കേട്ടോ. അതുകൊണ്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാമെന്നും പറഞ്ഞു. എന്താ അമ്മയെന്ന് ചോദിച്ചോണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഉഴുന്നിന് നേരെ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് വീഴിച്ചല്ലോ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ? എവിടെയമ്മ യുദ്ധം നടക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ പലയിടത്തും നടക്കുന്നില്ലേ? യുക്രൈൻ അവിടെ തന്നെ, അവിടെ നടക്കുന്നില്ലായിരിക്കും. എനിക്ക് ഉറക്കം വരുന്നു, അങ്ങോട്ട് നീങ്ങാനെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയെ പിടിച്ചൊരു തള്ളു. പല്ലവി അന്നേരത്തേക്കും നീങ്ങിക്കിടക്കാതെ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ പല്ലവിയെ ഉന്തി കിടത്താനായിട്ട് ഈ രാജലക്ഷ്മി അമ്മ ഡോർ അടച്ചില്ല, ചെന്ന് ഡോർ അടയ്ക്കാൻ പറഞ്ഞു. പല്ലവി എന്നിട്ട് ചാടി കയറി അങ്ങ് കിടന്നു. ഈ രാജലക്ഷ്മി വന്ന് കൂടെ കിടന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇന്ദ്രൻ അവിടെ ഇരുന്ന് കുടിയും ഫോൺ വിളിയും എന്തൊക്കെയോ ആലോചനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സേതു നേരെ ബാങ്കിൽ ചെല്ലുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സാറ് കാര്യങ്ങളെല്ലാം സേതുവിനോട് പറഞ്ഞു. അപ്പോൾ സേതു പറഞ്ഞു, സാർ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകും, എൻ്റെ പെങ്ങളുടെ കല്യാണം. അത് പിന്നെ അതിനെങ്ങനെ കാശുണ്ടാക്കുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ. നേരത്തെ ഇതും കൂടെ ആയാൽ അപ്പം നേരിട്ട് വിളിച്ച് സംസാരിച്ചായിരുന്നില്ലേ ഒരിക്കൽ. ഒരു ഘടുവെങ്കിലും നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ? ഋതികാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. പ്രതാപനും അയാളാണെങ്കിലും മുങ്ങിയ മട്ട. എനിക്ക് മുകളിൽ നിന്ന് പറയുന്ന അനുസരിച്ച് ചെയ്യാനല്ലേ പറ്റൂ എന്നിങ്ങനെ ചോദിക്കുവാണ് ഈ സാറ്. അപ്പോൾ എത്ര രൂപ അടയ്ക്കണം ജപ്തി ഒഴിവാക്കാൻ? അപ്പം 33 ലക്ഷം രൂപ അടയ്ക്കണം. ഒരു മാസത്തെ തിരിച്ചടവാണെന്ന് പറയുമ്പോഴേക്കും ഞെട്ടി. അതടച്ചാൽ നമുക്കൊരു സാവകാശമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഋതുക കാരണം സേതു അറിഞ്ഞ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിപ്പോയി. അപ്പോൾ സാർ ഞാൻ ശ്രമിക്കാം സാർ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി സാർ ഞാൻ ജീവിച്ചിരിക്കുന്നത്, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ സേതു ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഋതുക ചെയ്ത വലിയൊരു ചതി തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് പിന്നെ പല്ലവിയെ കാണിക്കുന്നത്. പല്ലവി ഇങ്ങനെ അപ്പുറം മാറി നിൽക്കുമ്പോഴേക്കും അച്ഛമ്മ പല്ലവിയെ കാണാനായിട്ട് വന്നു. നീ എനിക്ക് എൻ്റെ സ്വന്തം മോളെ പോലെയാ, നീ മെടിക്കുക, മോള് ചായ കുടിക്കുന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ചായ കൊണ്ടേ കൊടുക്കുമ്പോൾ വേണ്ട അച്ഛമ്മേ, ഇന്ന് ഞാൻ വ്രതത്തിലാണെന്ന് പറഞ്ഞു. വ്രതമോ? അതെ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ഇന്ന് ഭാര്യമാർ വ്രതം എടുക്കുന്നത് നല്ലതല്ലേ എന്ന് പല്ലവി അച്ഛമ്മയോട്. ഇന്ദ്രൻ എത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, അതിനാ ഈ വ്രതം എന്ന് പറയുമ്പോൾ മോള് നല്ലവളാ, മോൾക്ക് നല്ലൊരു മനസ്സുണ്ട് എന്ന് ഈ അച്ഛമ്മ പല്ലവിയോട് പറയാം. ഇന്ദ്രൻ തിരിച്ചു വന്ന് അവനോടൊപ്പം ജീവിക്കാൻ തന്നെയല്ലേ മോള് തീരുമാനിച്ചിരിക്കുന്നത് ചോദിച്ചപ്പം അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, രാജലക്ഷ്മി പറയുന്നത് അങ്ങനെയല്ല, അച്ഛമ്മയ്ക്ക് എന്നെയാണോ അത് അമ്മയാണോ വിശ്വാസം എന്ന് ചോദിക്കുമ്പോൾ സംശയം എന്താ, മോള് തന്നെ വിശ്വാസം എന്ന് പറഞ്ഞു അച്ഛമ്മ. അപ്പോൾ പല്ലവി ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കും. രാജലക്ഷ്മി കള്ളിയാ, ഈ കുടുംബം നശിപ്പിച്ചത് അവൾ ഒറ്റ ഒരുത്തിയാണെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുക. 100 ചോദിച്ച് 1000 എടുത്ത് കൊടുക്കും, ശാസിക്കേണ്ടടുത്ത് ശാസിച്ചിട്ടില്ല, അങ്ങനെ നശിച്ചു പോയതാ ഇന്ദ്രനെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഇനി മോള് വേണം എൻ്റെ മോനെ നേരെയാക്കി എടുക്കാനെന്ന് പറഞ്ഞു. സ്നേഹമൊക്കെ കൊടുത്താലേ അവൻ മാറിക്കോളും, സ്നേഹത്തെക്കാളും നല്ലൊരു മരുന്ന് വേറെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ശരിയാകും അച്ഛമ്മേ, ആദ്യം ഇന്ദ്രനൊന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജലക്ഷ്മിക്ക് അറിയാമെന്ന് തോന്നുന്നു അവൻ എവിടെയുണ്ടെന്ന്. അപ്പോൾ സംശയം ഉണ്ട്, എന്താ അമ്മേ അറിയാം, പക്ഷെ അവളത് പറയില്ല മോളെ, അവൾ എന്ത് ചെയ്താലും പറയില്ല. പിന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അവനെ, ഉടനെ തന്നെ അവനെ പോലീസ് പിടിച്ചാലോ, പേടിയാ അവക്ക്.
എത്ര കാലം ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റുമോ അച്ചമ്മേ എന്ന് മകൾ ചോദിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വന്നല്ലേ പറ്റുമെന്നും. ആ അതെ അതെ എന്ന് അച്ചമ്മയും പറഞ്ഞു. അങ്ങനെ നമ്മുടെ പല്ലവി അച്ചമ്മയായിട്ട് നിന്ന് സംസാരിക്കാം. എന്തായാലും പറ്റിക്കുന്നവർക്കും വഞ്ചിക്കുന്നവർക്കും മുത്തശ്ശി അച്ചമ്മ ഇപ്പം നല്ല കാലം, പാവങ്ങൾക്ക് എന്നും ഒന്ന് കഷ്ടകാലം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ശരിയാ, മോള് പറഞ്ഞതിനോട് ഞാനും യോജിക്കുകയാണെന്ന് നമ്മുടെ പല്ലവിയോട് അച്ചമ്മ പറഞ്ഞു. അപ്പോൾ പല്ലവി ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ അല്ല മോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ലീവില്ല അച്ചമ്മേ, എനിക്ക് കോളേജിൽ പോയേ പറ്റും. ശരിയെന്ന് പറഞ്ഞിട്ട് പല്ലവി കോളേജിൽ പോകാൻ ഇറങ്ങുന്നു. ഈ സമയത്ത് രാജലക്ഷ്മി അവിടെ നിൽക്കും. അപ്പോൾ പല്ലവി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടുകൊണ്ട് പറന്നു വരുവാണ് രാജലക്ഷ്മി. നീ ഇതെവിടെ പോവാന്ന് ചോദിച്ചു. അപ്പം ഞാൻ കോളേജിൽ പോവണ്ട എന്ന് രാജലക്ഷ്മി. അത് പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശമുള്ളത്? എനിക്ക് അവകാശമുണ്ട്. നീ പോകുന്നത് കോളേജിലേക്കാണോ അതോ സേതുവിനെ കാണാനാണെന്ന് ആർക്കറിയാം എന്ന് ഈ രാജലക്ഷ്മി പറയാം. എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് കഴിയുവാഴിഞ്ഞാണ്, ഞാൻ സമ്മതിക്കില്ല എന്ന് രാജലക്ഷ്മി. മര്യാദയ്ക്ക് സംസാരിച്ചോളണമെന്ന് പല്ലവി രാജലക്ഷ്മിയോട് പറയാം. അഴിഞ്ഞാടുന്നവരുണ്ടായിരിക്കും, പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ടെന്ന് പറഞ്ഞു പല്ലവി. പിന്നെ നിങ്ങളെന്തിനാ എന്നെ നിയന്ത്രിക്കാനും ഭരിക്കാനും ഒക്കെ വരുന്നേ? അതിനെ ഇന്ദ്രനുണ്ട്, ഇന്ദ്രന് മാത്രമേ അതിന് അവകാശമുള്ളൂ എന്നും പല്ലവി പറഞ്ഞു. ഇന്ദ്രനിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ വരാൻ പറ, എന്നിട്ട് ഭരിക്കാൻ പറയാനായിട്ട് പറഞ്ഞു നമ്മുടെ പല്ലവി. അമ്മയെ അനുസരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് എൻ്റെ വീടാണെങ്കിൽ ഇവിടെ നിന്ന് നീ എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞു. പോയാ അതുപോലെ ഒന്ന് തിരിച്ചിങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞു. ഈ പടിച്ചവിട്ടാൻ പിന്നെ നിന്നെ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു. അപ്പം എനിക്ക് ആരുടെയും അനുവാദമൊന്നും വേണ്ട വരാനും പോകാനും എന്ന് നമ്മുടെ പല്ലവി പറയുക. കൂടുതൽ വിളച്ചിലെടുത്താൽ ഞാൻ വനിതാ കമ്മീഷനിൽ വിളിക്കും, പിന്നെ വരുന്നത് പോലീസായിരിക്കും. വെറുതെ നാണം കെടണമെന്ന് ചോദിച്ചപ്പോൾ ഓ അപ്പോൾ നീ മനഃപൂർവ്വം ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, സംശയമുണ്ടോ? അങ്ങനെ തന്നെ ഞാനിപ്പോൾ തൽക്കാലം തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നേടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന് നമ്മുടെ പല്ലവി പറയാം. തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തടയാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അഹങ്കാരിയാണ് നീ, ഇതിന് നീ അനുഭവിക്കുമെന്ന് പറഞ്ഞപ്പം ജോലിയുള്ള മരുമകളോട് ജോലിയില്ലാത്ത അമ്മായിമ്മ കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറണം അമ്മേ. അതാ വേണ്ടത്. കാരണം എന്താണെന്നറിയോ? അവരുടെ 2 സമ്മർദ്ദങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഒന്ന് ഓഫീസിലെ, മറ്റൊന്ന് വീട്ടിലെ. അമ്മയുടെ ഭാഗത്തു നിന്ന് എന്തായാലും അങ്ങനെ ഒരു സഹായം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയും എന്നെ വിഷമിപ്പിക്കാമെന്നുള്ളതാണല്ലോ അമ്മയും മോനും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ജോലി അമ്മ ഇത്, അത് വിട്ടുകളയാനേ ഞാൻ അത്രയ്ക്ക് അങ്ങ് തയ്യാറൊന്നും അല്ല എന്ന് പറഞ്ഞു പല്ലവി. എന്നും പറഞ്ഞ രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കുക. പിന്നെ സേതുവേട്ടനെ കാണാൻ പോവാന്ന് പറഞ്ഞത്. അതെ, സേതുവേട്ടനെയും ഞാൻ കണ്ടിരിക്കും. അതിലിപ്പോൾ ഇത്ര തെറ്റെന്താ പറയാനുള്ളത്? നിങ്ങളുടെ മകനെ കല്യാണം കഴിച്ചെന്ന് കരുതി എൻ്റെ സന്തോഷങ്ങളൊന്നും കുഴിച്ചു മൂടേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു പല്ലവി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയോ, അത് തിരുത്താം. അല്ലാതെ ഗോസിപ്പും കൊണ്ട് വന്നാലേ പുല്ല് വില പോലും ഞാൻ തരില്ല എന്നും പറഞ്ഞു പല്ലവി നല്ല അന്തസ്സായിട്ട് ഇറങ്ങി പോവാ. മനസ്സിലായോ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി എന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോണു. അങ്ങനെ നമ്മുടെ പല്ലവി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സേതുവിനെ കണ്ടു, സേതുവായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പോലീസ് വണ്ടിയിൽ മേഡം അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്താ മേഡം അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പം ഇതുവരെയുള്ള നമ്മുടെ ഓപ്പറേഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് എന്നുള്ള കാര്യം പറയുകയാണ് മേഡം. ഇന്ദ്രജിത്തിൻ്റെ വീട്ടിൽ പല്ലവി താമസം തുടങ്ങിയെന്നും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്നുള്ള കാര്യം മേഡം പറയുക. അതോടെ ആ വീട്ടിൽ വരാനുള്ള ഇന്ദ്രജിത്തിൻ്റെ വാതിൽ എന്നേക്കുമായി അടഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു. അവൻ്റെ അമ്മ അവൻ്റെ കൂടെയല്ലേ മേഡം? അപ്പം പിന്നെ എന്ത് ചെയ്യുമെന്ന് സേതു ചോദിച്ചു. പണവും മറ്റും അവന് കൊടുക്കുന്നുണ്ടാവും, സ്വാഭാവികമായിട്ടും ആ സഹായം അവന് കിട്ടാതാകുമ്പോൾ അവൻ പെടും എന്ന കാര്യം പറയുവാണ് സേതു. അപ്പോൾ ഇവരുടെ മാസ്റ്റർ പ്ലാൻ ഇവർ തന്നെ നിന്നിങ്ങനെ പറയുക. ഇനി അധികം കാലം ഒളിവിൽ താമസിക്കാൻ അവന് പറ്റില്ല എന്ന് പറഞ്ഞപ്പം അവർക്ക് വേണമെങ്കിൽ പുറത്ത് വെച്ച് കാണാമല്ലോ സേതു. അപ്പോൾ അതത്ര എളുപ്പമാണോ മേഡം? അപ്പോൾ അവൻ എന്താ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത്? ഒരു മരണം തന്നെ ക്രിയേറ്റ് ചെയ്ത ക്രിമിനൽ അല്ലേ അവൻ എന്താ ചെയ്യാൻ പാടില്ലാത്തതെന്ന് മേഡം ഇവരോട് ചോദിക്കുക. അവൻ്റെ നീക്കങ്ങൾ എന്തായിരിക്കും എന്ന് ഊഹിക്കാതിരിക്കുന്നതാ ബുദ്ധിയെന്നും ആ മേഡം ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തോ അത് നമുക്ക് ചെയ്യണം, ബാക്കിയൊക്കെ വരുന്ന പോലെ. ഇന്നലെ രാത്രി അവൻ്റെ അമ്മയ്ക്കൊരു ഫോൺ വന്നിരുന്നു എന്നുള്ള കാര്യം പല്ലവി പറയുക. ആദ്യം അവരത് എടുക്കാൻ മടിച്ചു, ഞാൻ നിർബന്ധിച്ചപ്പോൾ അവരത് എടുത്തു. അപ്പോൾ ആരായിരുന്നു ഫോണിലും ചോദിക്കുമ്പോൾ സംശയം എന്താ അവൻ തന്നെയാണ് വിളിച്ചതെന്ന് മേഡത്തിനോട് ഇവർ പറയാം. ആ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യണം മേഡം, എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കണമെന്നും അത് കിട്ടിയാൽ തന്നെ അവൻ എവിടെ ഉണ്ട് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അല്ല, എത്ര മണിക്കായിരുന്നു കോള് വന്നത്? അത് പിന്നെ ഒരു 11 മണി കഴിഞ്ഞ് കാണും. സൈബർ സെല്ലിനെ കൊണ്ട് ഇന്ന് തന്നെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ എടുപ്പിച്ചോളാമെന്ന് മേഡം പറയാം. പിന്നെ ടവർ ലൊക്കേഷൻ കിട്ടിയാൽ കണ്ടുപിടിക്കാൻ എന്തായാലും എളുപ്പമാണെന്നും പറഞ്ഞു.
പിന്നെ ഏതു മാളത്തിൽ പോയി ഒളിച്ചാലും അവനെ ഞാൻ പൊക്കിയിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ അത് മേഡം മാത്രമാണെന്നും എൻ്റെ ഭാവി ഇപ്പോൾ മേഡത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞപ്പം പല്ലവി വിഷമിക്കണ്ട, എൻ്റെ സഹായം എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് ആ മേഡം ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അവൻ പറ്റിച്ചോണ്ടിരിക്കുന്നതും വെല്ലുവിളിക്കുന്നതും നിങ്ങളെ മാത്രമല്ലല്ലോ എന്ന് മേഡം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടിയാണ്. അവനെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവനെ ഞാൻ വെറുതെ വിടില്ല എന്നും ആ മേഡം പറയാം, പിടിച്ചിരിക്കും. അങ്ങനെ മേഡം ഇവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.